السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദുസ് സാലിഹീനിൽ തഹ്രീമുൽ കദിബ്, കള്ളം പറയുന്നതിന്റെ ഗൗരവം വിശദമാക്കി വിവരിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലേന്ന് രാത്രി കണ്ട ഒരു സ്വപ്നം, സുദീർഘമായ ഒരു സ്വപ്നം, ഒരു ദിവസം സുബഹി നമസ്കാര ശേഷം സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുന്ന ആ ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിവെച്ചത്. മഹാനായ സ്വഹാബി സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായ സ്വപ്നത്തിലെ അനുഭവങ്ങൾ 6 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. പ്രവാചകൻ കണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ 2 ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ് ശ്രവിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടുന്ന കാര്യം ഇല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 6 കാര്യങ്ങൾ കണ്ട് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതിന്റെ ശേഷം പിന്നീട് എത്തിയത് ഫഅതൈനാ ഇലാ ദൗഹത്തിൻ അദീമത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞങ്ങൾ എത്തി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ അവർ 3 പേരാണല്ലോ ഉള്ളത്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് കൂടെയുള്ള നബിയെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള 2 വ്യക്തിത്വങ്ങൾ. അവർ ആരാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചന പറഞ്ഞിരുന്നു. 2 മലക്കുകളാണത്. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമും മറ്റൊന്ന് മീകായിൽ അലൈഹിസ്സലാമുമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ അത് വ്യക്തമായി പറയുന്നുമുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തിയത് ഇലാ ദൗഹത്തിൻ അദീമത്തിൻ. ദൗഹത്ത് എന്ന് പറഞ്ഞാൽ അശ്ശജറത്തുൽ കബീറ എന്നാണ് അർത്ഥം. ഒരു വലിയ വൃക്ഷം. ഞങ്ങൾ ഒരു വലിയ വൃക്ഷത്തിന്റെ സമീപത്താണ് എത്തിയത്. ഇലാ ദൗഹത്തിൻ അദീമത്തിൻ, അത് മഹത്തായ ഒരു വലിയ വൃക്ഷമാണ്. ലം അറ ദൗഹത്തൻ ഖത്തു അഅ്ളമ മിൻഹ, അതിനേക്കാൾ ഒരു വലിയ വമ്പിച്ച ഒരു വൃക്ഷം ഞാൻ കണ്ടിട്ടേയില്ല. വലാ അഹ്സന, അതിനേക്കാൾ ഭംഗിയുള്ള ഒരു വൃക്ഷവും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ വൃക്ഷത്തിനുള്ള പ്രത്യേകത വമ്പിച്ച വലുപ്പത്തിലുള്ള വൃക്ഷമാണ്. രണ്ടാമത്തത് അഴകാർന്ന വൃക്ഷമാണ്, നല്ല മനോഹരമായ ഭംഗിയുള്ള വൃക്ഷമാണ്. അങ്ങനെ ഞാൻ അതിന്റെ സമീപത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാലലി, എന്നോട് പറഞ്ഞു, ഇർഖ ഫീഹാ, നീ അതിലേക്ക് കയറുക എന്ന്. ആ മനോഹരമായ വൃക്ഷമുള്ള സ്ഥലത്ത് പ്രവേശിക്കുകയാണ്. അങ്ങനെ ഫർതഖൈനാ ഫീഹാ, ഞങ്ങൾ അതിലേക്ക് കയറി. അങ്ങനെ എത്തിപ്പെട്ടത് എങ്ങോട്ടാണ്? ഇലാ മദീനത്തിൻ, ഒരു സിറ്റിയിലേക്ക്, ഒരു പ്രത്യേകമായ ടൗണിലേക്കാണ്, മദീനയിലേക്കാണ് എത്തിയത്. ആ മദീന എപ്രകാരമാണ്? അവിടെയുള്ള കെട്ടിടങ്ങൾ മബിനിയത്തിൻ ബിലബിനിൻ ദഹബിൻ, സ്വർണത്താലുള്ള ഇഷ്ടികകൾ കൊണ്ട് പണിതുയർത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ ഇടമാണത്. വലബിനിൻ ഫില്ലത്തിൻ, അതുപോലെ തന്നെ വെള്ളിയുടെ ഇഷ്ടികയും. ലബിനത്ത്, ലബിന് എന്നൊക്കെ പറയുന്നത് ഇഷ്ടികക്കാണ് പറയുക. ദഹബ് സ്വർണം, ഫില്ലത്ത് വെള്ളി. അപ്പൊ സ്വർണവും വെള്ളിയും ഒക്കെ ഇങ്ങനെ ഇടകലർത്തി അതുകൊണ്ട് ഇങ്ങനെ പണിതുയർത്തിയിട്ടുള്ള ഒരു പ്രത്യേകമായ കെട്ടിടം. അങ്ങനെ ആ കെട്ടിടം, അത് അങ്ങനെയുള്ള കെട്ടിടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റി. ഫഅതൈനാ ബാബൽ മദീന, അങ്ങനെ ആ മദീനയുടെ, ആ സിറ്റിയുടെ വാതിൽക്കൽ ഞങ്ങൾ എത്തി. ഫസ്തഫ്തഹ്നാ, അങ്ങനെ ആ വാതിൽ തുറക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു.
ഫഫുതിഹ ലനാ, ആ വാതിൽ ഞങ്ങൾക്ക് മുമ്പിൽ, ആ സിറ്റിയുടെ കവാടം തുറക്കപ്പെട്ടു. ഫദഖൽനാഹ, ഞങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു. ഫതലഖാന, അപ്പോൾ അവിടെ ഞങ്ങളെ വരവേറ്റത്, ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് ആരെയാണ്? റിജാലുൻ, കുറെ ആളുകൾ അവിടെയുണ്ട്. ശതുറുൻ, ഒരു ഭാഗം, മിൻ ഖൽഖിഹിം, അവരുടെ സൃഷ്ടി രൂപത്തിൽ നിന്ന് ഒരു ഭാഗം, കഅഹ്സനി മാ അൻത റായിൻ, നിനക്ക് കാണാവുന്നതിൽ ഏറ്റവും മനോഹരമായ രൂപമാണ് അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം. വശതുറും മിൻഹും, അവരിൽ ഒരു പാതി, ഒരു ഭാഗം, കഅഖ്ബഹി മാ അൻത റായിൻ, നീ ഒരു കാഴ്ച കാണുമ്പോൾ എത്രത്തോളം വൃത്തികെട്ട ചീത്തയായ കാഴ്ച കാണുമോ അതേപോലെയാണ് അവരുടെ ബോഡിയുടെ ഒരു ഭാഗം. ഒരു പാർട്ട് വളരെ സൗന്ദര്യമുള്ളതും ഒരു പാർട്ട് വളരെ വൃത്തികെട്ട, കാണാൻ വളരെ വിഷമം തോന്നുന്നതുമായ ഒരു രൂപമുള്ള ആളുകളാണ് ഞങ്ങളെ അവിടെ വരവേറ്റത്. വഖാലാ ലഹും, അവർ രണ്ടാളും, ഈ രണ്ട് മലക്കുകളും ഇവരോട് പറഞ്ഞു. ആരോട്? ഈ രൂപത്തിൽ തന്നെ സൗന്ദര്യവും അതുപോലെ തന്നെ വല്ലാത്തൊരു വൈരൂപ്യവും ഒക്കെയുള്ള ആളുകളോട് ഈ മലക്കുകൾ അവരോട് പറയുന്നുണ്ട്, ഇദ്ഹബൂ, നിങ്ങൾ പോകൂ. എന്നിട്ട് ഫഖഉ ഫീ ദാലിക നഹരി, ആ നദിയിൽ നിങ്ങൾ മുങ്ങുവീൻ. ഒരു നദിയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആ നദിയിൽ നിങ്ങൾ മുങ്ങുവീൻ എന്ന് അവരോട് പറയുന്നുണ്ട്. അന്നേരമതാ അവിടെ ഒരു നദി കാണുന്നുണ്ട്, ഒരു പുഴ കാണുന്നുണ്ട്. യജ്രി, കുറുകെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ് അവിടെ കാണുന്നത്. ആ നദിയുടെ പ്രത്യേകത എന്താണ്? കഅന്നമാഅഹു, അതിലെ വെള്ളം ഏതുപോലെയുണ്ട്? അൽ മഹ്ലു, പാല് പോലെയുണ്ട്. ഫിൽ ബയാദി, വെളുപ്പിൽ, നല്ല വെള്ള കളറിൽ, നല്ല പാല് പോലെ വെണ്മയാർന്ന വെള്ളമാണ് അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഫദഹബു, അങ്ങനെ ഈ ആളുകൾ ആ നദിയുടെ സമീപത്തേക്ക് പോകുന്നു. ഫവഖഉ ഫീഹി, അതിൽ അവർ ഇറങ്ങി അതിൽ മുങ്ങി കുളിക്കുന്നു. പിന്നീട് അവർ മടങ്ങി വന്നു, ഇലൈന, ഞങ്ങളിലേക്ക്. ആ നദിയിൽ മുങ്ങിയതിന്റെ ശേഷം ഈ ആളുകൾ ഞങ്ങളുടെ സമീപത്തേക്ക് മടങ്ങി വന്നപ്പോൾ അവരുടെ ശരീരത്തിൽ കാണുന്ന വൈരൂപ്യം നീങ്ങിപ്പോയിരിക്കുന്നു. ഒരു ഭാഗം സൗന്ദര്യവും ഒരു ഭാഗം വളരെ കാണാൻ തീരെ നമുക്ക് താല്പര്യമില്ലാത്തത്ര വൃത്തികെട്ടതുമായ ശരീരത്തിന്റെ രണ്ട് പാർട്ടുകൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ആ ആളുകൾ ആ നദിയിൽ ഇറങ്ങി ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് അവർ മനോഹരമായ സുന്ദരമായ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അവരിൽ കണ്ടിരുന്ന വൈരൂപ്യവും ആ കാണാൻ ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടാതിരുന്ന രൂപവുമൊക്കെ അവരിൽ നിന്ന് എങ്ങോ പോയി മറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവരായി തീർന്നിരിക്കുന്നു. ഏറ്റവും നല്ല രൂപത്തിൽ അവർ ആയിരിക്കുന്നു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ രണ്ട് മലക്കുകൾ എന്നോട് പറഞ്ഞു, ഹാദിഹി ജന്നത്തു അദ്നിൻ, ഇതാണ് സ്വർഗം, ജന്നത്തു അദ്ൻ, ശാശ്വതത്വത്തിന്റെ സ്വർഗമാണത് എന്ന് പറഞ്ഞു. വഹാദാക മൻസിലുക, അതാണ് നിനക്കുള്ള വീട്, സ്വർഗത്തിൽ നിനക്കുള്ള വീടാണിത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ രണ്ടാളുകൾ ഒരു വീട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്റെ ദൃഷ്ടി ഉയരത്തിലേക്ക് ഞാൻ ഉയർത്തി, എന്റെ ദൃഷ്ടി ഞാൻ മുകളിലേക്ക് ഉയർത്തി. അല്ലാഹുവിന്റെ റസൂലിനുള്ള വീട് കാണിച്ചു കൊടുത്തു നോക്കുമ്പോ ഫഇദാ ഖസ്റുൻ, നേരമതാ ഒരു കൊട്ടാരമാണ് അവിടെ കണ്ടത്. എങ്ങനെയുള്ള കൊട്ടാരം? മിസ്ലുർ റബാബത്തിൽ ബൈദാഇ, നല്ല വെളുവെളുത്ത മേഘം പോലെയുള്ള ഒരു വൈറ്റ് കൊട്ടാരമാണ് അവിടെ കണ്ടത്. എന്നിട്ട് ഖാലാലി, ആ രണ്ട് മലക്കുകളും എന്നോട് പറഞ്ഞു, ഹാദാക മൻസിലുക, ഇതാണ് നിന്റെ വീട്, ഇതാണ് താങ്കളുടെ വീട് എന്ന് എന്നോട് ആ വൈറ്റ് കൊട്ടാരം, പാലസ് ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു. ഖുൽതു ലഹുമാ, റസൂലുള്ളാഹി പറയാണ്, ഖുൽതു ലഹുമാ, ഞാനപ്പോൾ അവരോട് രണ്ടാളോടും പറഞ്ഞു, ബാറക്കല്ലാഹു ഫീകുമാ, നിങ്ങൾക്ക് ഇരുവരിലും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഫദറാനി,
അള്ളാന്റെ റസൂൽ അവരോട് അപേക്ഷിക്കുകയാണ് ആ ഘട്ടത്തിൽ. സ്വർഗത്തിലെ വീട് കണ്ടപ്പോഴേ ഫദറാനി, നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് വിട്ടുതരുമോ? ഫഅദ്ഖുലഹു, ഞാൻ എന്റെ കൊട്ടാരത്തിൽ ഒന്ന് കയറിക്കോട്ടെ, ഞാൻ എന്റെ വീട്ടിന്റെ അകത്തേക്കൊന്ന് പ്രവേശിച്ചോട്ടെ എന്ന് ഞാൻ അനുവാദം ആരാഞ്ഞു. അപ്പോൾ ഖാല, ആ രണ്ട് മലക്കുകളും പറഞ്ഞു, അമ്മൽ ആന, ഇപ്പോൾ ഫലാ, അതിന് സമയമായിട്ടില്ല, ഇപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് പ്രവേശിക്കാൻ സമയമായിട്ടില്ല. വ അൻത ദാഖിലുഹു, താങ്കൾ അതിൽ പ്രവേശിക്കും ഒരിക്കൽ, ഇപ്പൊ പക്ഷേ അതിനുള്ള സമയം ആയിട്ടില്ല എന്ന് അവർ ഇരുവരും എന്നോട് പറഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന രംഗങ്ങൾ. അങ്ങനെ ഇതിന്റെയൊക്കെ ശേഷം അള്ളാന്റെ റസൂൽ പറയുന്നു, ഖുൽതു ലഹുമാ, അപ്പൊ കുറേ കാഴ്ചകളായല്ലോ അള്ളാന്റെ റസൂൽ ഇങ്ങനെ കാണുന്നു, അത്ഭുതകരമായ കുറേ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഇതൊക്കെ സംഭവിച്ചതിന്റെ ശേഷം ഖുൽതു ലഹുമാ, അവരോട് രണ്ടാളോടും ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഫഇന്നി റഅയ്തു, തീർച്ചയായും ഞാൻ കണ്ടല്ലോ, മുൻദുൽ ലൈലത്തി അജബാ, ഇതാ ഇന്നലെ രാത്രി മുതൽ ഞാൻ ഒരുപാട് അജബാണല്ലോ കാണാൻ തുടങ്ങിയത്. ഫമാ ഹാദല്ലദീ റഅയ്തു, ഞാൻ ഈ കണ്ടതൊക്കെ എന്താണ് ഞാൻ ഈ കണ്ടതെല്ലാം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഖാലാ ലീ, അവർ രണ്ടാളും എന്നോട് പറഞ്ഞു, ഇന്നാ സനുഖ്ബിറുക, തീർച്ചയായും ഞങ്ങളിതാ ഇനി താങ്കളോട് വിവരിച്ചു തരാൻ പോവുകയാണ്. എന്തായിരുന്നു ഈ കണ്ടതിന്റെയൊക്കെ രഹസ്യമെന്ന്, എന്താണ് ഈ കണ്ടതിന്റെയൊക്കെ യാഥാർത്ഥ്യമെന്ന്, എന്താണ് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ആശയമെന്ന് താങ്കളോട് ഞങ്ങളിതാ പറയാൻ പോവുകയാണ്. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ 6 കാര്യങ്ങളും ഇന്ന് കേട്ട ഒരു കാര്യവും അടക്കമുള്ള എല്ലാം കൂടി ഇനി ഇങ്ങനെ ഓരോന്ന് അല്ലാഹുവിന്റെ റസൂലിന് ഈ 2 വ്യക്തികൾ വിവരിച്ചു കൊടുക്കാൻ തുടങ്ങുകയാണ്. അവർ തുടങ്ങാണ്. ആദ്യം കണ്ടത് എന്തായിരുന്നു? അമ്മർ റജുലുൽ അവ്വൽ, ആദ്യത്തെ ആ വ്യക്തിയില്ലേ, റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കണം, അമ്മർ റജുലുൽ അവ്വൽ, ആ ഒന്നാമത്തെ വ്യക്തി, അയാൾ ആരാണ്? അല്ലദീ അതൈത അലൈഹി, താങ്കൾ അദ്ദേഹത്തിന്റെ സമീപത്ത് എത്തിയപ്പോൾ എങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു? യുസ്ലഹു റഅ്സുഹു ബിൽ ഹജരി, അപ്പിച്ച പാറക്കല്ലുകൊണ്ട് അയാളുടെ തല ഇങ്ങനെ ചതച്ചരക്കുന്ന, അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിപ്പിളർത്തുന്ന ആ നിലക്കുള്ള കാഴ്ച കണ്ട ആ ഒന്നാമത്തെ വ്യക്തി, എന്തേ അയാൾ അങ്ങനെ ആവാൻ കാരണം? അയാൾ ഇങ്ങനെ കിടക്കുകയായിരുന്നല്ലോ, കിടക്കുമ്പോഴാണല്ലോ അയാളുടെ തലഭാഗത്ത് നിന്ന് ഒരു വലിയ പാറക്കല്ലെടുത്തിട്ട് മറ്റൊരാൾ തലയിലേക്ക് എറിയുന്നു. ആ തല പൊട്ടിപ്പിളരുന്നു, അത് ചതഞ്ഞരഞ്ഞു പോകുന്നു. അപ്പോൾ ആ പാറക്കല്ല് ഉരുണ്ടുപോകുന്നു. അതെടുക്കാൻ വേണ്ടി എറിഞ്ഞ ആള് പിന്നാലെ പോയി എടുത്തു വരുമ്പോഴേക്ക് ഇയാളുടെ തല പൂർവ്വസ്ഥിതിയിലേക്ക് ആരോഗ്യത്തോടെ മടങ്ങുന്നു. വീണ്ടും അയാൾ എറിയുന്നു, കല്ലുരുണ്ടുപോകുന്നു, കല്ലെടുത്തു വരുന്നു, വീണ്ടും എറിയുന്നു. ഈ ശിക്ഷ നിരന്തരം നിങ്ങൾ കണ്ടില്ലേ? അത് ആരാന്നറിയോ? എന്തേ അയാൾക്ക് അങ്ങനെ കിട്ടാൻ കാരണം? ഈ ശിക്ഷ എവിടെയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇത് ഖബറിൽ നടക്കുന്ന ശിക്ഷയാണ്. ബർസഖിന്റെ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ അനുഭവിക്കാനിരിക്കുന്ന ശിക്ഷയാണ് ഈ പറയുന്നത്. ആർക്കാണ് ഇങ്ങനത്തെ ശിക്ഷ കിട്ടുക? തലയിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് ഈ രൂപത്തിൽ ഇങ്ങനെ അതിഘോരമായ ഗൗരവതരമായ ശിക്ഷ ആർക്കാണ് ലഭിക്കുന്നത്? അതാണ് പറയുന്നത്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഫഇന്നഹുർ റജുൽ, അയാളൊരു വ്യക്തിയാണ്. എന്തേ അയാളുടെ കുഴപ്പം? യഅഖുദുൽ ഖുർആന, അയാള് ഖുർആൻ സ്വീകരിച്ചു, ഖുർആൻ അയാള് പഠിച്ചു, അർത്ഥം പഠിച്ചു, ആശയം പഠിച്ചു, വായിക്കാൻ പഠിച്ചു, മനഃപ്പാഠമാക്കാനുള്ള കഴിവ് നേടി, അതൊക്കെ ശരിയാണ്. പക്ഷേ ഫയർഫുദുഹു, അയാള് ആ ഖുർആനിനെ ഉപേക്ഷ വരുത്തി. അതാണ് അയാളുടെ തെറ്റ്. ഒന്നാമത്തെ തെറ്റതായത് അയാൾ ഖുർആൻ പഠിച്ചു, ആ ഖുർആനിനെ അയാള് ഉപേക്ഷിച്ചു. രണ്ടാമത്തെ കുഴപ്പം എന്താണ്? വയനാമോ, അയാൾ ഉറങ്ങാറു പതിവുണ്ടായിരുന്നു. അനിസ്വലാത്തിൽ മക്തൂബ, ഫർദ് നമസ്കാരത്തെയും വിട്ട് അയാൾ ഉറങ്ങും. ഫജ്റിന്റെ സമയത്ത് അയാൾ ഉറങ്ങിയായിരിക്കും, സുബഹി നിസ്കാരത്തിന് വരൂല, പല നമസ്കാരങ്ങൾക്കും അയാൾ വരൂല, അയാൾ ഉറങ്ങും, കിടന്നുറങ്ങും. അങ്ങനെ നമസ്കാരത്തെ, 5 നേര നമസ്കാരത്തെ, അതുപോലെ തന്നെ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരത്തെ, ഇതിലേറ്റവും ഒന്നാമതായി കടന്നു വരിക ഫജ്ർ നമസ്കാരമാണ്.
അപ്പോഴാണല്ലോ ആളുകൾക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ മടി. അപ്പോഴാണല്ലോ ആളുകളോട് ബാങ്കിൽ പ്രത്യേകം പറയുന്നത് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഉത്തമമാണ് നമസ്കാരം എന്ന് പറയേണ്ടി വരുന്ന സമയമാണല്ലോ അത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് രണ്ട് തകരാറാണ് ഇപ്പോ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്വപ്നം കാണുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതിന്റെ വ്യാഖ്യാനവും അതിന്റെ പൊരുളും വിവരിച്ചു കൊടുക്കുന്നത് ആരാണ്? ജിബ്രീലും മീകായിലുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രത്തോളം സത്യസന്ധമായ ഒരു സ്വപ്നമാണിത്. അല്ലാഹുവിന്റെ റസൂലിനോട് അവർ പറയാണ്, ഇങ്ങനെ ചതച്ചരക്കപ്പെടുന്ന ശിക്ഷ ഇയാൾക്ക് കിട്ടാൻ കാരണം ഇയാൾ ഖുർആൻ പഠിച്ചു, പക്ഷേ റഫള, അയാൾ അതിനെ ഉപേക്ഷിച്ചു. വയനാമാനി സ്വലാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങളെയും വിട്ട് അത് നിർവഹിക്കാതെ അയാൾ കിടന്നുറങ്ങാറും പതിവുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ അത് കൃത്യമായി പഠിക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ കടമയാണ്. ഖുർആൻ എല്ലാവരും പഠിക്കണം. പഠിക്കുന്നതോടൊപ്പം അത് കൃത്യമായി തെറ്റുകൂടാതെ പാരായണം ചെയ്യണം. കഴിയാവുന്നത്ര ഹിഫ്ളാക്കണം. അതിന്റെ അർത്ഥവും ആശയവും പഠിക്കണം. പഠിച്ച അർത്ഥവും ആശയവും ചിന്തിക്കണം. ചിന്തിച്ച് ഗ്രഹിച്ച് ആ നല്ല കാര്യങ്ങളെ തന്റെ ജീവിതത്തിൽ അത് അമലിലൂടെ, പ്രവൃത്തിയിലൂടെ അവൻ അതിനെ പ്രയോഗവൽക്കരിക്കണം. ഈ കടമകൾ ചെയ്യാതെ കേവലം ഖുർആൻ പഠിച്ചു, പിന്നെ അതിനെ അവഗണിച്ചു, അതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല, പാരായണം ചെയ്തില്ല, മനഃപ്പാഠമാക്കിയില്ല, അതുപോലെ തന്നെ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല, അതിന്റെ അർത്ഥമോ ആശയമോ അവൻ ഗ്രഹിക്കാനും പിന്നെ തയ്യാറായില്ല, അങ്ങനെ ഖുർആനിനെ അവൻ വലിച്ചെറിഞ്ഞു. അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെ അവന്റെ ബർസഖിന്റെ ലോകത്ത് ഖബർ ശിക്ഷയായിക്കൊണ്ട് അത്തരക്കാർക്ക് ലഭിക്കുന്ന ശിക്ഷയാണിതെന്ന് ഏറ്റവും ഉന്നതമായ ഗ്രന്ഥത്തെ അവൻ അവഗണിച്ചു കളഞ്ഞില്ലേ? ആലോചിക്കണം സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കിതാബിനെ അവഗണിച്ചാലുള്ള ശിക്ഷയാണിത്. ഇത് നമ്മൾ ഗൗരവത്തോടെ അറിയണം. പരിശുദ്ധ ഖുർആൻ പഠിച്ച് അതുപോലെ തന്നെ അത് മനഃപ്പാഠമാക്കി ഒരുപക്ഷേ പ്രായാധിക്യം കൊണ്ടും മറ്റു തകരാറുകൾ കൊണ്ടുമൊക്കെ ചില ആളുകൾ മറന്നുപോയേക്കാം. ഇതല്ല പറയുന്നത്. അതിനെ തീരെ അവഗണിക്കാതെ, മൈൻഡ് ചെയ്യാതെ, അത് പാരായണം ചെയ്യാതെ, അതിനെക്കുറിച്ച് യാതൊരു നിലക്കും ചിന്തിക്കാതെ ആ ഗ്രന്ഥത്തെ അവഗണനയുടെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞിട്ടുള്ള ആരൊക്കെയുണ്ടോ, ആ ഖുർആനാകുന്ന ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ആ ഗ്രന്ഥത്തോട് അവൻ ഇപ്രകാരം അവഗണന കാണിച്ചതിന്റെ മറുശിക്ഷയാണ് അവന് ഖബറിൽ അനുഭവിക്കേണ്ടി വരിക. ഖിയാമത്ത് നാൾ വരെ അവന്റെ ഉന്നതമായ, അവന്റെ ശരീരത്തിന്റെ ഉന്നതമായ മഹത്തായ അവയവമായ തല തന്നെ ഏറ്റവും വലിയ പാറക്കല്ലിട്ടുകൊണ്ട് തല്ലി തകർത്ത് പൊട്ടിച്ച് ചതച്ചരക്കപ്പെടുന്ന ശിക്ഷയാണ് ഉണ്ടാകുന്നത്. ഇത് ഗൗരവമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. റബ്ബിന്റെ ഖുർആൻ നമ്മൾ പഠിക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി അതിലെ ഹലാല് ഹറാമുകൾ പാലിച്ചുകൊണ്ട് അത് നമ്മുടെ പ്രയോഗ ജീവിതത്തിൽ ഉണ്ടാക്കി തീർത്തിട്ടില്ലെങ്കിൽ ഖുർആനിനെ അവഗണിച്ചവർക്കുള്ള ശിക്ഷയാണ് ഈ കണ്ടത് എന്ന് മനസ്സിലാക്കണം. അതേപോലെ ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണ്? വയനാമു അനി സ്വലാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങളെയും വിട്ട് അയാൾ ഉറങ്ങാറാണ് പതിവുള്ളത്. നമസ്കാരത്തിന് വരാത്ത, ഫജ്ർ നമസ്കാരത്തിന്റെ സമയത്ത് മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന, അതുപോലെ തന്നെ അസറിന്റെ സമയത്തും നിർബന്ധമായ നമസ്കാരം നിർവഹിക്കാതെ ഉറങ്ങുന്ന, ഇനി ഏതെല്ലാം സമയങ്ങളിൽ ഫർദ് നമസ്കാരങ്ങൾ നിർബന്ധമായും നമ്മൾ ജമാഅത്തായി നിർവഹിക്കേണ്ടുന്ന ഘട്ടങ്ങളിൽ അത് നിർവഹിക്കാതെ നമസ്കാരത്തോട് അവഗണന കാണിക്കുന്ന ആളുകൾക്ക് ലഭിക്കാനിരിക്കുന്ന കടുത്ത ശിക്ഷയാണിത്. ഇത് ഖിയാമത്ത് നാൾ വരെ ബർസഖിന്റെ ലോകത്ത് ഇതേപോലെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോ ഒന്നാമത്തെ കാഴ്ചയുടെ പൊരുൾ അതാണ്. ഇനി അടുത്തത് പറഞ്ഞു കൊടുക്കുകയാണ്. വഅമ്മല്ലദീ അതൈത അലൈഹി, ഇനി താങ്കൾ ഒരാളുടെ അടുക്കൽ ചെന്നില്ലേ, അയാളുടെ അവസ്ഥ എന്തായിരുന്നു? യുശർശറു ശിദ്ഖുഹു ഇലാ ഖഫാഹു വമൻഖിറുഹു ഇലാ ഖഫാഹു വഐനുഹു ഇലാ ഖഫാഹു, അതായത് അയാളുടെ വായിലേക്ക് കൊളുത്തിട്ട് പെരടി വരെയും, മൂക്കിലേക്ക് കൊളുത്തിട്ട് പെരടി വരെയും, കണ്ണിലേക്ക് കുത്തിക്കയറ്റിയിട്ട് ആ കൊളുത്ത് പെരടി വരെയും ഒക്കെ ഓരോ ഭാഗങ്ങൾ വലതുഭാഗവും ഇടതുഭാഗവുമായി കീറി മുറിച്ച് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടില്ലേ? ആ മനുഷ്യൻ ആരായിരുന്നുവെന്നോ? ഫഇന്നഹു റജുൽ, അയാള് യഗ്ദൂ മിൻ ബൈതിഹി,
തന്റെ വീട്ടിൽ നിന്ന് അയാൾ പ്രഭാതത്തിൽ പുറപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഫയക്ദിബുൽ കിസ്ബ, ഒരു കളവങ്ങ് പാസാക്കും, ഒരു നുണയയാളങ്ങ് തട്ടിവിടും. ആ അയാളുടെ വീട്ടിൽ നിന്ന് അയാൾ തൊടുത്തുവിട്ട ആ നുണ തബ്ലുഗുൽ ആഫാഖ്, ലോകത്തിന്റെ ചക്രവാളങ്ങൾ മുഴുവനും ആ നുണ എത്തിച്ചേരും. അയാൾ ഒരു നുണ അങ്ങോട്ട് ഉണ്ടാക്കും. നമ്മളുടെ അധ്യായത്തോട് യോജിച്ച ഭാഗം ഈ സുദീർഘ ഹദീസിൽ ഇതാണ്. അത് പറയാനാണ് ഈ അധ്യായത്തിൽ ഇത് കൊണ്ടുവന്നത്. കളവ് പറയുന്നതിന്റെ ഗൗരവം. ഒരു നുണ ഒരാളാണ് കെട്ടിച്ചമച്ച ഒരു നുണ അയാളുടെ വീട്ടിൽ നിന്ന് അയാളാണ് പാസാക്കുകയാണ്. എന്നിട്ട് അത് പിന്നെ എത്തുന്നത് എവിടെയാണ്? ലോകം മുഴുവൻ എത്തുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് 1400-ലേറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഇന്ന് കാണുന്ന ഒരു സൗകര്യങ്ങളുമില്ല. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കാര്യങ്ങളും വന്നില്ല. ഒരു കത്തെഴുതിയാൽ ആ കത്ത് ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ ദൂതൻ അതുകൊണ്ട് ഓടിപ്പാഞ്ഞ് സഞ്ചരിക്കണം. ഒരു വാർത്ത ഒരാളുടെ കാതിലെത്തിയാൽ ആ വാർത്ത മറ്റൊരാളിലേക്ക് എത്തിക്കണമെങ്കിൽ ആ വ്യക്തി കാതങ്ങളോളം യാത്ര ചെയ്തിട്ട് വേണം എത്തിക്കാൻ. ആ കാലത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്, ഒരു കളവ് പറഞ്ഞാൽ അത് ചക്രവാളം മുഴുക്കൻ മുട്ടുന്ന എത്തുന്ന നിലക്ക് അത്ര പ്രചാരം കിട്ടുന്ന കളവിന്റെ ഒരു കാലം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ ഒരു കാലം, എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരു സ്മാർട്ട് ഫോൺ എന്റെ കയ്യിലുണ്ടെങ്കിൽ അതിലൂടെ എനിക്ക് ഒരു കളവ് എന്റെ FB-യിലൂടെയോ അതല്ലെങ്കിൽ ഒരു സംസാരത്തിലൂടെയോ ഒരു നുണ പടച്ചു വിട്ട് ഒന്ന് വിരലിനൊടിച്ച് സെൻഡ് ചെയ്താൽ എത്ര സെക്കൻഡുകൾക്കുള്ളിൽ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് അത് എത്തുന്നു. സത്യവും എത്തും, അസത്യവും എത്തും. സത്യത്തെക്കാൾ അപ്പുറം പ്രചരിക്കുക അസത്യങ്ങളാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, സത്യം ചെരുപ്പിടാൻ ഒരുങ്ങുമ്പോഴേക്ക് അസത്യം 100 മൈൽ അപ്പുറം സഞ്ചരിച്ചിട്ടുണ്ടാകുമെന്ന്. അത്രത്തോളം കളവിന് സമൂഹത്തിൽ പ്രചാരമുണ്ട്. ഇല്ലാ കഥകൾക്ക് ലോകത്ത് വലിയ പ്രചാരങ്ങളുണ്ട്. കെട്ടുകഥകൾ ലോകത്ത് എത്ര പെട്ടെന്നാണ്, അഗ്നിയേക്കാൾ വേഗത്തിൽ പ്രകാശ വേഗതയിലാണ് സഞ്ചരിക്കുക. സഹോദരങ്ങളെ, ഇത്രത്തോളം മനുഷ്യന്മാര് പടച്ചുവിടുന്ന കള്ളക്കഥകളും കെട്ടുകഥകളും നാടൊന്നാകെ പ്രചരിക്കുവാൻ കാരണമാകുന്നതിന്റെ മൂലഹേതുവായി വർത്തിച്ച ഈ നുണ പറഞ്ഞവൻ അവൻ പരലോകത്ത് അവന്റെ ഖബറിൽ അനുഭവിക്കേണ്ടി വരുന്ന അതിഭീകരവും ബീഭത്സവുമായ ശിക്ഷയാണ് താങ്കളാ കണ്ടത് എന്ന് ഈ 2 മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് കളവ് പറയുന്നവർ സൂക്ഷിക്കണം. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരു കള്ളം പറയരുത്. കള്ളം പറഞ്ഞാൽ ഇപ്രകാരമായിരിക്കും ഉണ്ടാവുക ഖബറിലെ ശിക്ഷ എന്ന ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമത്തെ കാഴ്ച എന്തായിരുന്നു? ആ നഗ്നകളായ പുരുഷന്മാരെയും നഗ്നന്മാരായ പുരുഷന്മാരെയും അതുപോലെ തന്നെ നഗ്നകളായ സ്ത്രീകളും എവിടെ കണ്ടു? അല്ലദീനഹും ഫീ മിസ്രി ബിനായി തന്നൂരി, ഒരു ചൂളയിൽ തീ കത്തിക്കുന്ന ചൂള പോലെയുള്ള ഒരു പ്രത്യേകമായ പാത്രത്തിന്റെ അകത്ത് അതല്ലെങ്കിൽ ഒരു എടുപ്പിന്റെ അകത്ത് താങ്കൾ കണ്ടിരുന്നില്ലയോ കുറെ സ്ത്രീ പുരുഷന്മാരെ തുണിയില്ലാതെ നൂൽബന്ധമില്ലാതെ? അവരാരാണ് നിങ്ങൾക്ക് മനസ്സിലായോ? വ്യഭിചാരികളായ പുരുഷന്മാരും വ്യഭിചാരിണികളായ സ്ത്രീകളുമാണത്. ദുനിയാവിൽ വെച്ച് വ്യഭിചരിച്ച് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകളാണ് ഖബർ ശിക്ഷയിൽ ഇങ്ങനെ എന്ത് കുടുസായ ഒരു വലിയ പാത്രത്തിൽ അതല്ലെങ്കിൽ ഒരു ചൂളയിൽ അടിയിൽ നിന്ന് അതിശക്തമായ നിലക്ക് തീ കത്തിക്കുകയാണ്. അതിലുണ്ട് ആണും പെണ്ണും മുഴുതുണിയാതെ അവരുടെ ശരീരത്തിന്റെ അടിഭാഗത്ത് നിന്ന് തീജ്വാലകൾ അവരിലേക്ക് ഇങ്ങനെ കത്തിപ്പടർന്ന് പിടിക്കുമ്പോ അട്ടഹാസങ്ങൾ കൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ അവർ ഒരുങ്ങുകയാണ്. പക്ഷേ സാധ്യമാകാതെ വീണ്ടും വീണ്ടും അതിൽ കിടന്ന് എരിപരി കൊണ്ട് ശിക്ഷ നീറ്റൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ നഗ്നവേഷത്തിലുള്ള സ്ത്രീ പുരുഷന്മാർ അവർ വ്യഭിചാരികളാണ്, വ്യഭിചാരിണികളാണ്. അവരെയാണ് നിങ്ങളാ കണ്ടത്. വ്യഭിചാരം ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ പരലോക ശിക്ഷ വരുന്നതിന്റെ മുമ്പ് ഖബറിൽ അനുഭവിക്കേണ്ടി വരുന്ന അതിദയനീയമായ ഭീകരമായ ശിക്ഷയാണിത്. 2 മലക്കുകൾ റസൂലുള്ളാഹിക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. നാലാമത്തെ സംഭവം എന്തായിരുന്നു?
നദിയിൽ, രക്തസമാനമായ ഒരു നദിയിൽ നീന്തി നടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ അന്ന് കണ്ടിരുന്നുവല്ലോ. അയാൾ ഇങ്ങനെ കുറെ ദൂരത്തേക്ക് നീന്തി കുഴങ്ങി ഇങ്ങോട്ട് വായയും പിളർന്ന് ഒരു രക്ഷ കിട്ടുമെന്ന നിലക്ക് കരയിലേക്ക് കയറി വരാൻ നോക്കുമ്പോ കരയുടെ അടുക്കൽ കരയിൽ കൂട്ടിവെച്ച കല്ലുകളുമായി നിൽക്കുന്ന മനുഷ്യൻ ഇയാളുടെ വായയിലേക്ക് കല്ല് വാരിയെറിഞ്ഞ് നിറഞ്ഞ വായയുമായ അയാള് ദയനീയമായി പിന്നെയും അങ്ങോട്ട് നീന്തിപ്പോയി. തിരിച്ചു വരുമ്പോ വീണ്ടും ഇങ്ങനെ തന്നെ ഇങ്ങനെ നിരന്തരം ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടില്ലേ? അയാൾ ആരാന്നറിയോ? ഫഇന്നഹു ആകിലു റിബാ. അയാള് പലിശ തിന്നുന്നയാളായിരുന്നു. അയാള് പലിശക്കാരനായിരുന്നു. ആക്കിലു റിബ, പലിശ തിന്നുന്ന വ്യക്തികൾക്ക് അവർ തൗബ ചെയ്യാതെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഖബറിൽ അനുഭവിക്കേണ്ടി വരുന്ന ഭീകരമായ ശിക്ഷയാണിത്. സഹോദരങ്ങളെ, എത്ര ഗൗരവമാണ്! പലിശയുമായി ബന്ധമില്ലാത്ത ആളുകൾ ഇന്ന് ആരാണുള്ളത്? പലിശയുടെ ഒരു പൊടിയെങ്കിലും അനുഭവിക്കാതെ ജീവിക്കാൻ കഴിയാത്തത്ര ബാങ്കുകളുമായും ഫൈനാൻഷ്യൽ കമ്പനികളുമായും ചിട്ടി കമ്പനികളുമായും ഒക്കെ നിരന്തരം ആളുകൾ ഇന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യങ്ങൾക്ക് വാങ്ങേണ്ടി വരുന്ന കടങ്ങൾ പോലും പലിശക്ക് വേണ്ടി, അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി, ആർഭാടത്തിന് വേണ്ടി, ധൂർത്തിന് വേണ്ടി, പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടി പലിശയുടേതായ കെണിയിൽ പോയി വീഴുന്ന ആയിരങ്ങളെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ക്രെഡിറ്റ് കാർഡുകളുടെ കുരുക്കുകളിൽപ്പെട്ട് ജീവിതം വളരെയേറെ നരകിക്കുകയും അവസാനം ആ ഒരു വലയിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ ആത്മഹത്യകളിലേക്ക് അതേപോലെയുള്ള ഒട്ടനവധി ഖേദകരമായ സംഭവങ്ങളിലേക്കും മനുഷ്യൻ നിന്ന് ആപതിക്കേണ്ടി വരുന്നത് പലിശ കാരണത്താലാണ്. ഉള്ള സംഖ്യകൾ മുഴുവനും പലിശക്ക് കൊടുത്ത് വലിയ രൂപത്തിലുള്ള സൗകര്യങ്ങളിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പാവപ്പെട്ടവരുടെ പ്രയാസങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് രാവിലെ കടം കൊടുത്ത് വൈകിട്ട് തിരിച്ചു തരുമ്പോ, അതല്ലെങ്കിൽ ഒരു മാസത്തേക്ക് കടം കൊടുത്ത് ഒരു മാസം കഴിയുമ്പോൾ ഇരട്ടിയായി പലിശകൾ തിരിച്ചു വാങ്ങി അത് നാണമില്ലാതെ ഭുജിക്കുന്ന കരുണയില്ലാത്ത ഇത്തരത്തിലുള്ള ആളുകൾ അവർ മനസ്സിലാക്കണം, പരലോക കോടതിയിൽ രക്തപ്പുഴയിലൂടെ വെള്ളം കുടിച്ച് വയറ് ചീർത്ത് വികൃതമായ നിലക്ക് നീന്തി ഒരു ശ്വാസം വിട്ട് കരയിലേക്കൊന്ന് കയറി വരാൻ വേണ്ടി വായും പിളർത്തി സഹായത്തിന് വരുമ്പോ കല്ലുകൾ എടുത്തുകൊണ്ട് ആ വായിലേക്ക് എറിഞ്ഞു വീണ്ടും ആ രക്തപ്പുഴയുടെ നടുവിലേക്ക് ആ മനുഷ്യനെ ആട്ടിപ്പായിച്ച് നിരന്തരം അതേ കാര്യം തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഏറ്റവും കഠിനമായ ശിക്ഷയാണ് അയാൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഈ വിവരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, പലിശ അതറിഞ്ഞുകൊണ്ട് അതിൽ പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി നാലാമത്തെ രംഗം എന്തായിരുന്നു? താങ്കൾ കണ്ടില്ലേ ഒരാളെ? ആ ആള് വളരെ വികൃതമായ ഒരു രൂപമായിരുന്നല്ലോ. ഒരു തീയുടെ സമീപത്താണല്ലോ അയാളെ കണ്ടത്. അയാൾ ആ തീ കത്തിക്കുന്നതല്ലേ നിങ്ങൾ കണ്ടത്? മാത്രമല്ല, ആ കത്തിക്കുന്ന തീക്കു ചുറ്റും അയാൾ ഇങ്ങനെ ഓടി നടക്കുന്നതും കണ്ടില്ലേ? അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ വ്യക്തി ആരാണെന്ന് അറിയാമോ? ഫൈന്നഹു മാലികുൻ ഖാസിനു ജഹന്നം. ജഹന്നമിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കാണത്. നരകത്തിന്റെ ഭീകരമായ ശിക്ഷകൾ നടപ്പിലാക്കുവാൻ അള്ളാഹു ചുമതലയേൽപ്പിച്ചിട്ടുള്ള മലക്കായ മാലിക്കാണത്. ആ മലക്കിനെയാണ് താങ്കൾ ആ കണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിവരിച്ചു കൊടുക്കുകയാണ്. പിന്നെ കണ്ടത് എന്തായിരുന്നു? മനോഹരമായ ഒരു ഉദ്യാനത്തിൽ നിങ്ങൾ ഒരു നീളമുള്ള മനുഷ്യനെ കണ്ടിരുന്നില്ലേ? അതാരാന്ന് മനസ്സിലായോ? ഫൈന്നഹു ഇബ്രാഹിം അലൈഹിസ്സലാം. അത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ആയിരുന്നു. അത് ഇബ്രാഹിം നബിയെയാണ് നിങ്ങൾ ആ കണ്ടത് എന്ന് നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ വ്യക്തിയുടെ ചുറ്റും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളില്ലേ? അദ്ദേഹത്തിന്റെ ചുറ്റും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന മക്കളാരാണെന്നറിയാമോ? ശുദ്ധമായ പ്രകൃതിയിൽ മരിച്ചുപോയിട്ടുള്ള എല്ലാ സന്താനങ്ങളുമാണ്. നല്ല പ്രകൃതിയോടുകൂടെ മരിച്ചുപോയിട്ടുള്ള കുട്ടികൾ. ശുദ്ധ പ്രകൃതിയിൽ ജനിച്ച് ശുദ്ധ പ്രകൃതിയിൽ തന്നെ മരണപ്പെട്ടു പോയ മക്കളാണത്. അപ്പോൾ മുസ്ലിമീങ്ങളായ ചില ആളുകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഔലാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ കുട്ടികൾ ഉണ്ടാവില്ലേ ആ കൂട്ടത്തിൽ?
മുശ്രിക്കീങ്ങളുടെ കുട്ടികൾ അപ്പൊ നരകത്തിലാവോ? മുശ്രിക്കീങ്ങളുടെ കുട്ടികളും ഇബ്രാഹിമിയുടെ ചുറ്റും ഉണ്ടാവൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഔലാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ മക്കളും അവരും നിരപരാധികളാണല്ലോ, ഒരു പ്രായപൂർത്തിയായിട്ടില്ലല്ലോ, മുശ്രിക്കായ മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നല്ലേയുള്ളൂ, അതുകൊണ്ട് അവരും അങ്ങനെ തന്നെ എന്ന് നബി തങ്ങൾ വിവരിക്കുകയുണ്ടായി. വഅമ്മൽ ഖൗമുല്ലദീന, അവസാനം അല്ലാഹുവിന്റെ റസൂൽ കണ്ട ഏഴാമത്തെ രംഗം, വഅമ്മൽ ഖൗമുല്ലദീന കാനൂ, ഒരു ജനതയെ താങ്കൾ കണ്ടില്ലേ, അവരാരായിരുന്നു? കാനൂ ശത്റും മിൻഹും ഹസനുൻ വശത്റും മിൻഹും ഖബീഹുൻ, ഒരു ഭാഗം ആളുകൾ, ഒരു ഭാഗം എങ്ങനെയാണ് നല്ല സൗന്ദര്യമുണ്ട്, മറ്റൊരു ഭാഗത്ത് വളരെ വിരൂപമായ രൂപവുമുള്ള ആളുകളെ കണ്ടില്ലേ? ഫൈന്നഹും, തീർച്ചയായും അവർ ഖൗമുൻ, ഒരു ജനതയാണ്, ഖലതൂ, അവരിൽ കലർന്നിട്ടുണ്ട്, കൂട്ടിക്കലർത്തിയവരാണവർ, അമലൻ സാലിഹൻ വആഖറ സയ്യിഅ, സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടവർ, അതുപോലെ തന്നെ ദുഷ്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. രണ്ടും ചെയ്ത ആളുകളുടെ രൂപമാണത്. പിന്നീട് അവരാ നദിയിലൊക്കെ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഫ്രഷായി വന്നപ്പോ അവര് നല്ല മനോഹര രൂപികളായി മാറിയില്ലേ? തജാവസല്ലാഹു അൻഹും, അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുത്തതാണ് താങ്കളാ കണ്ടത് എന്നിങ്ങനെ ഈ 7 അവസ്ഥകളെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ കൂടെയുള്ള രണ്ടാളുകൾ വിവരിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇനി ഇതിന്റെ അടുത്ത റിപ്പോർട്ടിൽ, ആ റിപ്പോർട്ടിൽ വ്യത്യാസമുള്ള ഒരു ഭാഗമാണ് എനിക്ക് പ്രധാനമായി നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. ഇമാം ബുഖാരിയാണല്ലോ ഈ സംഭവം നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇമാം ബുഖാരിയുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ചില്ലറ വ്യത്യാസങ്ങളോടെയാണ് ഈ സ്വപ്ന വിവരണം വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നമുക്ക് കുറച്ചുകൂടി മറ്റൊരു പ്രയോഗം കാണാൻ സാധിക്കും. ആ തല ചരച്ചരക്കപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞെടുത്ത് അയാള് അല്ലമഹുല്ലാഹുൽ ഖുർആൻ, അല്ലാഹു അദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ടും ഫനാമ അൻഹു ബിൽ ലൈലി, അയാൾ ആ ഖുർആനിനെ അവഗണിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാതെ രാത്രി കിടന്നുറങ്ങലായിരുന്നു അയാളുടെ പതിവ്. വലം യഅമൽ ഫീഹി ബിന്നഹാരി, പകൽ സമയത്ത് ആ പഠിച്ച ഖുർആൻ അനുസരിച്ച് അയാൾ പ്രവർത്തിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അതിന്റെ മറ്റൊരു റിപ്പോർട്ട്, അതിന്റെ മറ്റൊരു പദങ്ങളിലൂടെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാൾ വരെ ഇത് ബർസഖിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ റിപ്പോർട്ടിലുള്ളത്. ഫയുഫ്അലു ബിഹി, ആ മനുഷ്യനെ കൊണ്ട് ഇപ്രകാരം പ്രവർത്തിക്കപ്പെടുന്നു. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. ഖിയാമത്ത് നാൾ വരെ ഖബറിൽ അനുഭവിക്കേണ്ടി വരുന്ന ബർസഖ് എന്ന് പറയുന്നത് നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടക്കുള്ള മറ, നമ്മുടെ ഖബർ ജീവിതം, അതിനാണ് ബർസഖ് എന്ന് പറയാ. ആ കാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണിത്. ഇങ്ങനെ ഇതിൽ ഇനി നമുക്ക് മറ്റൊരു പ്രത്യേകത കാണാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രവാചകനെ ഈ കൂട്ടിക്കൊണ്ടുപോയവർ 2 മലക്കുകളാണ്. അത് നമുക്ക് എവിടുന്ന് കിട്ടിയത്? ഈ റിപ്പോർട്ടിൽ അതുണ്ട്. അവര് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ 2 ആളുകളും പറഞ്ഞു കൊടുത്തു അവസാനം, വഅന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്, വഹാദാ മീകായിൽ, ഇദ്ദേഹം മീകായിലുമാണ്. അങ്ങനെ എന്നോട് തല ഉയർത്താൻ പറഞ്ഞു. ഞാൻ തല ഉയർത്തിയപ്പോൾ വെളുത്ത മേഘം പോലെ ഞാൻ കണ്ടപ്പോ, അതാണ് നിന്റെ വീടെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ എന്നെ വിടൂ, ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് കയറിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ ആ 2 മലക്കുകളും എന്നോട് പറഞ്ഞു, ഇന്നഹു ബഖിയ ലക ഉമറുൻ, മറ്റേ റിപ്പോർട്ടിലില്ലാത്ത റിപ്പോർട്ടാണ്. ഇന്നഹു ബഖിയ ലക ഉമറുൻ, നിനക്ക് ഇനിയും ആയുസ് ബാക്കിയുണ്ട്. ലം തസ്തക്മിൽഹു, നിന്റെ ആയുസ് നീ പൂർത്തീകരിച്ചിട്ടില്ല, അത് പൂർത്തിയായിട്ടില്ല. ഫലവിസ്തക്മൽതഹു, താങ്കൾക്ക് നിശ്ചയിക്കപ്പെട്ട ആയുസ് പൂർത്തിയാക്കിയാലോ, അതൈത മൻസിലക, താങ്കളുടെ ഈ ഭവനത്തിൽ താങ്കൾ എത്തിച്ചേരുന്നതാണ്. ഇതിങ്ങനെ പറഞ്ഞു. ഈ റിപ്പോർട്ടുകളൊക്കെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. സഹോദരങ്ങളെ, 6-7 അത്ഭുതകരമായ കാര്യങ്ങളാണ് ഈ സ്വപ്നത്തിൽ കണ്ടത്. അതിന്റെ പൊരുളുകളും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതവുമായി ഇതിനെ കണക്ട് ചെയ്യണം. നാം പഠിക്കേണ്ടത് വളരെ ഗൗരവത്തോടെ പഠിക്കണം. നമ്മളിതിൽ കേട്ട് കഴിഞ്ഞ ഓരോന്നും ഇതേതെങ്കിലും ആളുകൾ കണ്ട പേക്കിനാവുകളല്ല, ആരെങ്കിലും തട്ടിവിട്ടിട്ടുള്ള പൊട്ടക്കഥകളല്ല. പൊട്ടക്കിനാവുകളും
സ്വപ്നങ്ങളുമല്ല, പാഴ് സ്വപ്നങ്ങളുമല്ല. കണ്ടത് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതിന്റെ വിവരണം പറഞ്ഞു കൊടുക്കുന്നത് മറ്റേതെങ്കിലും തെരുവിലിരിക്കുന്ന സ്വപ്ന വ്യാഖ്യാനക്കാരല്ല, മറ്റേതെങ്കിലും ആളുകളല്ല. മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും രണ്ടാം സ്ഥാനത്തിലുള്ള മീകായിൽ അലൈഹിസ്സലാമുമാണെന്ന് മനസ്സിലാക്കണം. എത്രത്തോളം യാഥാർത്ഥ്യമായ ഒരു കാര്യമാണിത് എന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ട് ഇതിൽ പറഞ്ഞതിൽ ഏതെല്ലാം കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും തന്റെ ജീവിതത്തിൽ ഈ ഒരു ശിക്ഷ തന്റെ ഖബറിൽ അനുഭവിക്കാതിരിക്കാൻ ആവശ്യമായ ജാഗ്രതയും മുൻകരുതലും എത്രത്തോളം എടുക്കേണ്ടതുണ്ടോ അത്രത്തോളം എടുക്കുവാൻ ഈ സംസാരിക്കുന്ന ഞാനും ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരും ശ്രമിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഹദീസിന്റെ അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി ഈ അധ്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു ചില ഭാഗങ്ങളിലേക്കാണ് നമുക്ക് പ്രവേശിക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ നമുക്കത് വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൂതരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള യഥാർത്ഥമായ മൂല്യങ്ങളെ ഇഖ്ലാസോടുകൂടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് റബ്ബിന്റെ കൽപ്പനകളെ മാനിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ എത്ര വലുതാണെങ്കിലും എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കുന്ന ഗഫൂറുർ റഹീമായ റബ്ബ് നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള പോരായ്മകൾ പുറത്തു തരികയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മറ്റു സജ്ജനങ്ങൾ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.